അന്താരാഷ്ട്ര രംഗത്ത് ക്രൂഡ് ഓയിലിന് വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാത്തതിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ മുതൽ ഉയർത്തി വരികയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 3 വർഷത്തിന് ഇടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ ബാരലിന് $70 എന്നതിലേക്ക് വരെ ക്രൂഡ് ഓയിൽ വില എത്തിയിരുന്നു. ഇതോടെ പെട്രോൾ ഡീസൽ വില കുറച്ചേക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നെങ്കിലും ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല. നിലവിൽ കേരളത്തിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില ഏകദേശം 107.30 രൂപയാണ്. ഡീസലിന് 96.18 രൂപയും നൽകണം. രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും അപേക്ഷിച്ച് പെട്രോൾ ഡീസൽ വില ഉയർന്നു നിൽക്കുന്ന ഇടമാണ് നമ്മുടെ സ്വന്തം കേരളം. നികുതി ഘടനയിലെ വ്യത്യാസമാണ് ഇതിന് പ്രധാന കാരണം. പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഈ പട്ടികയിൽ കേരളം 2ാമതായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശാണ് എണ്ണയിൽ ഉയർന്ന നികുതി ചുമത്തുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം നിൽക്കുന്നത്. പെട്രോളിന് 31% മൂല്യവർദ്ധിത നികുതി, ലിറ്ററിന് 4 രൂപ വാറ്റ് എന്നിവയ്ക്ക് പുറമെ ലിറ്ററിന് 1 രൂപ റോഡ് വികസന സെസ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഈടാക്കുന്നുണ്ട്. ഡീസലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മൂല്യവർദ്ധിത നികുതി 22.25% ലിറ്ററിന് 4 രൂപ വാറ്റും 1 രൂപ റോഡ് സെസ്സും ഡീസലിന് നൽകണം. കേരളത്തിൽ 1 ലിറ്റർ പെട്രോളിന് 30.08% വിൽപ്പന നികുതി. ഇതിനു പുറമെ ലിറ്ററിന് 1 രൂപ അധിക വിൽപ്പന നികുതി നൽകണം. 1% സെസ്, 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് എന്നിവയും ഈടാക്കുന്നുണ്ട്. ഡീസലിന് 22.76% വിൽപ്പന നികുതിയെങ്കിൽ മറ്റു ചാർജുകളെല്ലാം പെട്രോളിന് സമാനമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ഏറ്റവും കുറഞ്ഞ നികുതി ഈടാക്കുന്നത്. 1% മാത്രമാണ് കേന്ദ്രഭരണ പ്രദേശത്തെ നികുതി. ഇതുകൊണ്ട് തന്നെ ആൻഡമാൻ നിക്കോബറിൽ 1 ലിറ്റർ പെട്രോളിന് ഏകദേശം 82.46 രൂപ നൽകിയാൽ മതി. കേരളവുമായി വിലയിലെ വ്യത്യാസം 24.84 രൂപ, അതായത് ഏകദേശം 25 രൂപ. ഡീസലിന് 78 രൂപ നൽകിയാൽ മതി ആൻഡമാനിൽ. കേരളത്തിലെ പ്രധാന നികുതി വരുമാന മാർഗം കൂടിയാണ് പെട്രോളും ഡീസലും. 2022-23 കാലയളവിൽ 11,534.20 കോടി രൂപയാണ് സംസ്ഥാനത്ത് ഈ ഇനത്തിൽ നികുതിയായി ലഭിച്ചത്. 2021-22 ഇത് കേവലം വെറും 9,424 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 മുതലാണ് രാജ്യത്ത് പെട്രോളിനും ഡീസലിനും സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തി തുടങ്ങിയത്. ഇതിലൂടെ 2023-24 954.32 കോടി രൂപയും 2024 സെപ്റ്റംബർ 30 വരെ 442 കോടി രൂപയും ലഭിച്ചു. നികുതിയിൽ വർധനവ് ഉണ്ടായെങ്കിലും വിറ്റ് കഴിഞ്ഞ പെട്രോളിന്റെയും ഡീസലിന്റെയും അളവിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് 24,35,400 കിലോ ലിറ്റർ പെട്രോളും 29,33,000 കിലോ ലിറ്റർ ഡീസലുമാണ് വിറ്റഴിച്ചത്. പെട്രോളിനെയും ഡീസലിനെയും GST പരിധിയിൽ കൊണ്ടുവരണമെന്ന നിലപാട് കേന്ദ്രത്തിലുണ്ടെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കുകയും ചെയ്തു. GST പരിധിയിൽ കൊണ്ടുവരികയാണെങ്കിൽ പരമാവധി ചുമത്താവുന്ന നികുതി നിരക്ക് ഏകദേശം 28%.